സംസ്ഥാന സർക്കാരിൻ്റെ 1/2 ഡസനോളം സുപ്രധാനമായ വിഷയങ്ങളിൽ ജുഡീഷ്യൽ കമ്മീഷൻ അധ്യക്ഷനായിരുന്ന ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരാണ് മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ. സർ, ഇത്രയും നാൾ സാർ വഹിച്ച ഒരു ചുമതല പോലല്ല, വളരെ സങ്കീർണമാണ്, വളരെ സെൻസിറ്റീവാണ്. എങ്ങനെയാണ് മുനമ്പം ജുഡീഷ്യൽ കമ്മീഷനായി നിയമിതനായതിനു ശേഷം മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയായിരിക്കും? മുനമ്പം വ്യത്യസ്തമായൊരു കമ്മീഷനാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ധാരാളം ജനങ്ങളുടെ പ്രശ്നമാണ് അവിടെ കൈകാര്യം ചെയ്യേണ്ടത്. അതായത് വസ്തുവിനെ സംബന്ധിച്ച് ധാരാളം പേരുടെ ആശങ്ക പരിഹരിക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ് ഈ കമ്മീഷനിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവരുടെ സഹകരണം, മുഖ്യമായിട്ടും കമ്മീഷൻ്റെ പ്രവർത്തനം നല്ല രീതിയിൽ പോകാനും കമ്മീഷന് സമയത്ത് റിപ്പോർട്ട് കൊടുക്കാനും സാധിക്കണമെങ്കിൽ ഇതിലെ തൽപര കക്ഷികൾ, ഈ ക്ലെയിമൻസ് എല്ലാവരും സഹകരിക്കണം, കമ്മീഷനുമായിട്ട് രേഖകൾ ഹാജരാക്കണം, കമ്മീഷൻ ചോദിക്കേണ്ട ഡീറ്റെയിൽസ് എല്ലാം തരണം. അങ്ങനെ എൻക്വയറി ആയിട്ട് സഹകരിച്ചാൽ മാത്രമേ ഈ കമ്മീഷൻ്റെ പ്രവർത്തനം സുഗമമായിട്ട് മുമ്പോട്ട് പോകാനോ സമയത്ത് റിപ്പോർട്ട് കൊടുക്കാനോ ഈ കമ്മീഷൻ സാധിക്കുള്ളൂ. അല്ല, ഇന്നിപ്പോൾ ഒരു ആശങ്ക മുനമ്പം നിവാസികൾ ഈ ജുഡീഷ്യൽ കമ്മീഷനെ വച്ചു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അറിയിച്ചിട്ടുണ്ട്. അല്ല, അതിപ്പോൾ അവരുടെ ആശങ്കയെക്കുറിച്ച് എനിക്കറിയില്ല. കാര്യം വെച്ചാൽ കമ്മീഷനെക്കുറിച്ച് അവരുടെ തെറ്റിദ്ധാരണയായിരിക്കും. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചോളം ഈ കമ്മീഷൻ നിയോഗിച്ച് ഈ കമ്മീഷന് വളരെ പരിമിതമായ 3 മാസം കാലാവധി ഗവൺമെൻറ് നിശ്ചയിച്ചപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഗവൺമെൻറ് എത്രയോ താല്പര്യം ഇതിൽ കാണിക്കുന്നു. അവരുടെ വിഷയത്തിൽ എത്ര സങ്കീർണമായിട്ടുള്ള പ്രശ്നം വളരെ സമാധാനപരമായിട്ട് എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന രീതിയിലും സമാധാനപരമായിട്ട് ഈ പ്രശ്നം കൈകാര്യം ചെയ്യാൻ ഗവൺമെൻറ് ഒരു കണ്ടുപിടിച്ച വഴിയാണ് ഒരു ജുഡീഷ്യൽ കമ്മീഷൻ ഡീറ്റെയിൽഡ് എൻക്വയറി നടത്തി എല്ലാവരുടെയും പ്രശ്നത്തിനൊരു പരിഹാരം സജസ്റ്റ് ചെയ്യുക എന്നുള്ളത്. അതവർ മനസ്സിലാക്കുന്നില്ലെങ്കിൽ അതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. ഇത്രയും സങ്കീർണമായ ഒരു വിഷയത്തിൽ പരിഹാരം കാണാൻ ഈ 3 മാസം മതിയാകുമോ? തീരെ പരിമിതമായ സമയമാണ് 3 മാസം. അത് ഗവൺമെൻറ്റും അറിയാഞ്ഞിട്ടല്ല, പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ആങ്സൈറ്റി മാത്രമാണ് അത് കാണിക്കുന്നത്. ഗവൺമെൻറ്റിന് എത്ര തിരക്കുണ്ട്, എത്ര ധൃതിയോടെ ഈ പ്രശ്നം കൈകാര്യം ചെയ്യണം, എത്ര നേരത്തെ തന്നെ ഈ പ്രശ്നം തീർക്കണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് ഗവൺമെൻറ് അത് ചെയ്തത്. പക്ഷേ സമയം കൂടുതൽ വേണ്ടി വരും തീർച്ചയായിട്ടും. അത് എത്ര പേരുണ്ട് ആപ്ലിക്കൻസ്, എത്ര പേരെ അഫക്റ്റഡാണ്, ഇതൊക്കെ എനിക്കറിയില്ല ഇപ്പോൾ വാസ്തവത്തിൽ. അപ്പോൾ അതുകൊണ്ട് കമ്മീഷൻ്റെ പ്രവർത്തനം കുറച്ചുകൂടെ ദീർഘകാലം വേണമെങ്കിൽ, കുറച്ചുകൂടെ സമയം വേണമെങ്കിൽ അങ്ങനെ കമ്മീഷൻ സമയം നീട്ടി ചോദിക്കുന്ന സർവ്വസാധാരണമാണ്. ഗവൺമെൻറ് വളരെ അനുഭവത്തോടെ അങ്ങനെ റിക്വസ്റ്റ് അനുവദിക്കും. ഗവൺമെൻറ്റിന് താല്പര്യം ഇത് കമ്മീഷൻ്റെ റിപ്പോർട്ട് സമയത്ത് കൊടുക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് കമ്മീഷൻ പ്രവർത്തനത്തിന് തടയാൻ ഗവൺമെൻറ് ഉദ്ദേശിക്കില്ല. ഗവൺമെൻറ് തീർച്ചയായിട്ടും സമയം നീട്ടിത്തരും എന്നാണ് എൻ്റെ പ്രതീക്ഷ. നിലവിൽ അനുവദിച്ചിരിക്കുന്ന 3 മാസത്തേക്കാൾ കുറച്ചുകൂടി സമയം നീട്ടിത്തരും. അല്ല, കമ്മീഷന് ആ 3 മാസം തീർച്ചയായിട്ടും റിപ്പോർട്ട് കൊടുക്കാൻ സാധിക്കുമെന്ന് എനിക്ക് സംശയമാണ്. അത് സഹകരണം ഞാൻ പറഞ്ഞല്ലോ, കമ്മീഷൻ്റെ പ്രവർത്തനം എങ്ങനെ വരും, എത്ര ദ്രുതഗതിയിൽ മുമ്പോട്ട് പോകാമെന്നുള്ളത് ഇതിലെ തൽപര കക്ഷികളുടെ ഗവൺമെൻറ്റിൻ്റെയും സഹകരണമാണ്. ഗവൺമെൻറ്റിൻ്റെ സഹകരണം തീർച്ചയായിട്ടും ഉണ്ടാകും. ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരും ഗവൺമെൻറ് അതോറിറ്റീസും എല്ലാം കമ്മീഷനുമായിട്ട് സഹകരിക്കും. അതിന് യാതൊരു സംശയവും എനിക്കില്ല. പക്ഷേ ഇതിലെ തൽപര കക്ഷികൾ ഏത് രീതിയിൽ സഹകരിക്കുമെന്ന് അറിയില്ല. അതനുസരിച്ചായിരിക്കും കമ്മീഷൻ്റെ പ്രവർത്തനം മുമ്പോട്ട് പോകുന്നത്. ഇതിൻ്റെ നടപടിക്രമങ്ങൾ ഇനി എങ്ങനെയായിരിക്കും സാർ ഇനി നടപടിക്രമങ്ങൾ? എന്നെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ കമ്മീഷൻ അപ്പോയിൻറ്റ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഗവൺമെൻറ് എനിക്ക് അയച്ചു തരും. അത് കഴിഞ്ഞ് മുഖ്യമായിട്ടും വേണ്ടത് ടേംസ് ഓഫ് റെഫറൻസാണ്. ടേംസ് ഓഫ് റെഫറൻസ് കിട്ടിയ ഉടനെ ഞാൻ കമ്മീഷൻ്റെ ഓഫീസ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും, ഗവൺമെൻറ്റിനോട് റിക്വസ്റ്റ് ചെയ്യും നമുക്ക് വേണ്ട അസിസ്റ്റൻസ് എന്നൊക്കെയാണ് വേണ്ട, ഓഫീസ് സ്പേസ് സൗകര്യങ്ങളും എന്താ ഗവൺമെൻറ്റുമായിട്ട് ചർച്ച ചെയ്ത് അത് കഴിയുന്നതും വേഗം പ്രവർത്തനം തുടങ്ങും. എല്ലാവർക്കും നോട്ടീസ് കൊടുക്കാനും പബ്ലിക്കേഷൻ നടത്തും. അപ്പോൾ അതുകൊണ്ട് ഇനി ഇതിനകത്ത് പ്രധാനമായിട്ടും വേണ്ടത് ഗവൺമെൻറ്റിൻ്റെ കമ്മീഷനെ അപ്പോയിൻറ്റ് ചെയ്ത ഓർഡറും ടേംസ് ഓഫ് റെഫറൻസുമാണ്. അപ്പോൾ ടേംസ് ഓഫ് റെഫറൻസ് ഗവൺമെൻറ് ഫ്രെയിം ചെയ്ത് കമ്മീഷന് തരും. കമ്മീഷനെ സംബന്ധിച്ചോളം പറഞ്ഞാൽ കമ്മീഷൻ ടേംസ് ഓഫ് റെഫറൻസിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് വേണം എൻക്വയറി നടത്താനും റിപ്പോർട്ട് കൊടുക്കാനും. സാർ ഇതുവരെ വഹിച്ച ഇപ്പോൾ ഡാം സേഫ്റ്റി കമ്മീഷൻ ആണെങ്കിലും അതുപോലെ തന്നെ ശമ്പള പരിഷ്കരണം, ഇപ്പം വഹിച്ചുകൊണ്ടിരിക്കുന്ന മുന്നോക്ക കമ്മീഷൻ, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എത്രത്തോളം ഇതൊരു ശ്രമകരമായി കരുതുന്നുണ്ട് അല്ലെങ്കിൽ സങ്കീർണമായി കരുതുന്നുണ്ട്? സാധാരണ ഞാൻ ചെയ്തിട്ടുള്ള കമ്മീഷനുകളിൽ വളരെ വ്യത്യസ്തമാണ് ഇതെല്ലാം. ആ കമ്മീഷനുകളിലെല്ലാം തുടർച്ചയായിട്ടുള്ള ജോലികൾ, ഇപ്പോഴത്തെ കമ്മീഷൻ തന്നെ മുന്നോക്ക സമുദായങ്ങളിലെ സാമ്പത്തിക പിന്നോക്കക്കാരുടെ കമ്മീഷനാണ്. അത് സ്ഥിരമായിട്ടുള്ള കമ്മീഷനാണ്. അത് നിത്യമായിട്ട് വരുന്ന അവരുടെ എല്ലാ ഇഷ്യൂസും നമ്മൾ അഡ്രസ്സ് ചെയ്യും. അതിനെക്കുറിച്ച് ശുപാർശ ഗവൺമെൻറ് നടത്തും. ഡാം സേഫ്റ്റി ആണെങ്കിലും കൊള്ളാം,
അതുപോലെ പോലീസ് ജയിൽ റിഫോംസൊക്കെ ആണെങ്കിലും കൊള്ളാം. അതുപോലെയല്ല ഇത്. ധാരാളം ജനങ്ങളെ ബാധിക്കുന്ന വ്യക്തിഗത പ്രശ്നങ്ങളാണ്. ഓരോ വ്യക്തികളെ വസ്തുവിനെ സംബന്ധിച്ച് അവകാശത്തെ സംബന്ധിച്ചുള്ള പ്രശ്നം, അതിൻ്റെ ക്ലെയിമും കൗണ്ടർ ക്ലെയിമും, അത് ഓരോ ഇഷ്യൂസും പ്രത്യേകം പരിഗണിക്കണം. അതുകൊണ്ട് അതിൻ്റെ എണ്ണം അനുസരിച്ച് അതിൻ്റെ വ്യാപ്തി കൂടും, വർക്കിൻ്റെ വളരെ സങ്കീർണമാകും, അതിന് സംശയമില്ല. അതുകൊണ്ട് കുറച്ച് സമയം എടുക്കുന്ന ഒരു ജോലിയായിരിക്കും ഇത്. പലരെയും കേൾക്കേണ്ടി വരും. ചെറിയ ലാൻഡ് ഹോൾഡിംഗ് കാണും, വലിയ ഹോൾഡിംഗ് കാണും, വ്യവസായ സ്ഥാപനങ്ങൾ കാണും. അതൊന്നും എനിക്ക് വാസ്തവത്തിൽ അറിയില്ല, അതിൻ്റെ നിജസ്ഥിതി എനിക്കറിയില്ല. ഏതായാലും പലരുടെ ക്ലെയിം ആയതുകൊണ്ട് അതൊരു സമയമെടുക്കുന്ന ഒരു പരിപാടിയാണ് ഈ കമ്മീഷൻ്റെ പ്രവർത്തനം. ഇപ്പോൾ ടേംസ് ഓഫ് റെഫറൻസ് കിട്ടിയാൽ ഉടൻ ഇതിൻ്റെ നടപടിക്രമങ്ങൾ തുടങ്ങും, ഒട്ടും താമസം ഉണ്ടാവില്ല. കമ്മീഷൻ്റെ ടേംസ് ഓഫ് റെഫറൻസ് കിട്ടിയ ഉടനെ നടപടിക്രമം തുടങ്ങും. ഒരിക്കലും കമ്മീഷൻ്റെ പ്രവർത്തനം തുടങ്ങാൻ ഞാൻ വൈകിക്കില്ല, കഴിയുന്ന നേരത്തെ തുടങ്ങും. അതിന് ടേംസ് ഓഫ് റെഫറൻസ് കിട്ടിയ ഉടനെ നോട്ടിഫൈ ചെയ്യും, തൽപര കക്ഷികളോട് അപേക്ഷ തരാനും ക്ലെയിം വയ്ക്കാനും പറയും. അങ്ങനെ അത് മുമ്പോട്ട് കൊണ്ടുപോകും. ഏറ്റവും സങ്കീർണമായ ഒരു ദൗത്യമാണ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് രജീഷിനൊപ്പം റിപ്പോർട്ടർ ലേബി സജീന്ദ്രൻ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.